ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ERPNextൻ്റെ പാർട്ട് 5 ആണ്, ഫൈനൽ പാർട്ടാണ്. ഇതിനകത്ത് ഞാൻ ALB, ACM, അതായത് സർട്ടിഫിക്കറ്റ്, ഡൊമെയിൻ പോയിൻറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് പ്രൈവറ്റ് IP വെച്ചിട്ടാണ് ഞാൻ കോൾ ചെയ്തിരുന്നത്, പബ്ലിക്കലി ആക്സസിബിൾ ആയിരുന്നില്ല. അപ്പോൾ അതെല്ലാം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ALBയും സർട്ടിഫിക്കറ്റും ഡൊമെയിനും എല്ലാം പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് EC2ൻ്റെ ഡാഷ്ബോർഡിലാണ്. എൻ്റെ ERP സെർവർ റണ്ണിങ് ആണ്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ആ സെർവറിൻ്റെ പ്രൈവറ്റ് IP വെച്ചിട്ട് എനിക്ക് എൻ്റെ സൈറ്റ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്, ആക്സസിബിൾ ആണ്, റണ്ണിങ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രൊഡക്ഷനിലേക്ക് മാറ്റിയിരുന്നു, അതുകൊണ്ട് ഞാൻ പോർട്ട് നമ്പർ യൂസ് ചെയ്യാത്തത് 8000. അതുപോലെ ഇനി എനിക്കൊരു ഡൊമൈൻ നെയിം ഉണ്ട്, MariaDB ഓൺലൈൻ എന്ന് പറയുന്ന ഡൊമൈൻ നെയിമാണ് ഉള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് ഒരു ALB ക്രിയേറ്റ് ചെയ്യണം. ALB ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ടാർഗറ്റ് ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സെർവർ ഏതാണോ ആ സെർവർ ടാർഗറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ലോഡ് ബാലൻസിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ടാർഗറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ടാർഗറ്റ് ഗ്രൂപ്പ് നെയിം കൊടുക്കുക എന്തെങ്കിലും. ഞാൻ ERPTG എന്ന് പറഞ്ഞ നെയിം കൊടുക്കുകയാണ്. പോർട്ട് നമ്പർ ഞാനിവിടെ 80 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് സർട്ടിഫിക്കറ്റ് ഞാൻ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ALBയുടെ അണ്ടറിലാണ്, സെർവറിലല്ല. അതുപോലെ VPC ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് മാനേജറിൻ്റെ VPC ആണ്, അത് ഞാൻ ചൂസ് ചെയ്തു. ബാക്കിയെല്ലാം ഡിഫോൾട്ടാണ്. എനിക്ക് അതുപോലെ ഹെൽത്ത് ചെക്കിനകത്ത് ഹെൽത്ത് ചെക്ക് പാത്ത് വേണമെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ക്രിയേറ്റ് ചെയ്താൽ അത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ബാക്കിയെല്ലാം ഞാൻ ഡിഫോൾട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അടുത്തതിൽ നമുക്ക് ഏതാണോ സെർവർ ആ സെർവർ നമുക്ക് യൂസ് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഞാൻ ആ സെർവർ സെലക്ട് ചെയ്തിട്ട് ഇൻക്ലൂഡ് പെൻഡിങ് ബിലോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് ആ സെർവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ് ആണ് സെർവറിൻ്റെ സ്റ്റേറ്റ്. ഞാൻ ക്രിയേറ്റ് ടാർഗറ്റ് ഗ്രൂപ്പ് കൊടുത്തു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹെൽത്ത് ചെക്കിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും, ഹെൽത്തി ആണോ അല്ലെങ്കിൽ ഫെയിൽഡ് ആണോ എന്നുള്ള അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് മുന്നേ ഇനി നമുക്ക് വേണ്ടത് ക്രിയേറ്റ് ലോഡ് ബാലൻസറാണ്. അപ്പോൾ ലോഡ് ബാലൻസിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ലോഡ് ബാലൻസർ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ലോഡ് ബാലൻസറിന് വേണ്ടി ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ VPCനകത്ത് വന്നിട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ സെക്ഷനിൽ വന്നതിന് ശേഷം ഞാൻ പുതിയൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ നെയിം കൊടുക്കുന്നത് MNGT ALB സെക്യൂരിറ്റി ഗ്രൂപ്പ് SG എന്ന് പറഞ്ഞാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. അവിടെ VPC ഏതാണോ ആ VPC ചൂസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മാനേജറിൻ്റെ VPC ആണ് യൂസ് ചെയ്യുന്നത്, അത് ഞാൻ ചൂസ് ചെയ്തു. ഇൻബൗണ്ട് റൂളിൽ ആഡ് ചെയ്യുക, ഏതൊക്കെ പോർട്ടാണ് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ പുറത്തുനിന്ന് 80 443 ആക്സസ് ചെയ്യുന്നത്. ആ 2 പോർട്ടും അലോ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 18 കൊടുത്തു. അതേപോലെ HTTPS ഞാൻ കൊടുക്കുകയാണ്. 443 എന്ന് പറഞ്ഞ പോർട്ടാണ്, അത് ഞാൻ കൊടുത്ത് എവിടെ നിന്ന് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. അതായത് 0.0.0 ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഔട്ട് ബൗണ്ട് റൂളിൽ ഓൾറെഡി എല്ലാ ട്രാഫിക്കും അലൗഡ് ആണ്. എന്നിട്ട് സേവ് ചെയ്യുക. അതേപോലെ ടാഗ് നെയിം കൊടുക്കുക. ഞാൻ ആ ഗ്രൂപ്പിന് സെക്യൂരിറ്റി ഗ്രൂപ്പ് നെയിം എന്താണോ അത് തന്നെ ഞാൻ ടാഗ് നെയിമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നേരെ EC2ൻ്റെ കൺസോളിൽ തന്നെ വന്നിട്ട് ലോഡ് ബാലൻസിങ്ങിൻ്റെ സെക്ഷനിൽ വരിക. അവിടെ ക്രിയേറ്റ് ലോഡ് ബാലൻസർ കൊടുക്കുക. ഞാനിവിടെ ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസറാണ് ചൂസ് ചെയ്യുന്നത്. ലോഡ് ബാലൻസർ നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ERP ALB എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇൻ്റർനെറ്റ് ഫേസിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇൻ്റർനെറ്റ് ഫേസിംഗ് കൊടുക്കുക. IP വെർഷൻ 4 എനേബിൾ ചെയ്യുക. നെറ്റ്വർക്കിൻ്റെ സെക്ഷനിൽ ഏതാണോ VPC അത് പറഞ്ഞു കൊടുക്കുക. ആ VPCയുടെ അണ്ടറിലുള്ള സബ്നെറ്റ് എല്ലാം പറഞ്ഞു കൊടുക്കുക. മിനിമം 2 സബ്നെറ്റെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഞാനപ്പോൾ 2 സബ്നെറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പബ്ലിക്കിലുള്ള സബ്നെറ്റാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ US East 2A പബ്ലിക് സബ്നെറ്റ് പറഞ്ഞു കൊടുത്തു. 2B ഞാൻ പബ്ലിക് സബ്നെറ്റാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. 2 സബ്നെറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതുപോലെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പ് ഏതാണോ ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇവിടെ പറഞ്ഞു കൊടുക്കണം. അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ലിസണർ പോർട്ട് 80 ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് എങ്ങോട്ടാണ് ഫോർവേഡ് ചെയ്യുന്നത്, ആ ട്രാഫിക് എങ്ങോട്ടാണ് ഫോർവേഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടാർഗറ്റ് ഗ്രൂപ്പ് ERPTG എന്ന് പറഞ്ഞ ടാർഗറ്റ് ഗ്രൂപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ലിസണർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമെന്നാണ്, ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. റിവ്യൂ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ലോഡ് ബാലൻസർ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ലോഡ് ബാലൻസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് പ്രൊവിഷനിങ് ആണ്. ഒരു 10 മിനിറ്റോളം എടുക്കും, 5 to 10 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ അത് നോക്കുക. ഇതിനകത്ത് DNS സ്ട്രിങ് എല്ലാം വന്നിട്ടുണ്ട്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ALBയുടെ സെറ്റിങ്സ് എല്ലാം കാണാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്.
ഇപ്പോൾ ALB ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടാർഗറ്റ് ഗ്രൂപ്പിലൊന്ന് പോയി നോക്കാം. അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ഹെൽത്ത് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ അൺഹെൽത്തിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സൈറ്റ് സർവ് ചെയ്യാനായിട്ട് പറ്റില്ല, എറർ ആയിരിക്കും. അപ്പോൾ അത് ഹെൽത്തി സ്റ്റേറ്റിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സൈറ്റെല്ലാം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതെന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹെൽത്ത് ചെക്കിൻ്റെ സെക്ഷനിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും പാത്തിൽ നമ്മളൊന്നും കൊടുത്തില്ല. ബൈ ഡിഫോൾട്ട് അത് പാത്ത് എൻജിനെക്സിൻ്റെ പാത്ത് എടുത്തോളൂ, നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. അഥവാ നമ്മൾ സെപ്പറേറ്റ് പാത്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ പാത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഇഷ്യൂ ഉള്ളൂ. അതുപോലെ ഞാനിപ്പോൾ ആ ALBയുടെ DNS സ്ട്രിങ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുവാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അത് ലോഡിംഗ് എന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലിസണറും കൂടി ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. 80ലും ലിസണറിങ് ഞാൻ ഫോർവേഡിങ് എല്ലാം എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമല്ല ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ സർവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനകത്തേക്ക് നമ്മൾ 18.443 അലോ ചെയ്തിട്ടുള്ള എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാത്രമേ ഞാൻ അലോ ചെയ്തിട്ടുണ്ടായുള്ളൂ. അതായത് ആ ഒരു വിൻഡോ സർവറിൽ നിന്ന് മാത്രമേ അലോ ചെയ്തിട്ടുണ്ടായുള്ളൂ, ALBയിൽ നിന്ന് അലോ ചെയ്തിട്ടുള്ള. അതുകൊണ്ടാണ് ഈ സൈറ്റ് കിട്ടാത്തത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 504 ഗേറ്റ് വേ ടൈം ഔട്ടാണ് അടിച്ചിരിക്കുന്നത്. സർവറിലേക്ക് റിക്വസ്റ്റ് പോകുന്നില്ല, അതുകൊണ്ടാണ് ആ ടൈം ഔട്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ VPCയിലേക്ക് പോയിട്ട് ആ സർവറിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഏതാണോ അതിനകത്തേക്ക് നമ്മൾ 18.443 ALBയിൽ നിന്ന് ആക്സസ് വേണമെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ കണക്ഷൻ അപ്പാവുള്ളൂ. അപ്പോൾ ഞാൻ EC2 സെക്ഷനിൽ ERP സർവർ സെലക്ട് ചെയ്തു. സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ട് ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പോൾ സർവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ടാബിൽ പുതിയൊരു ടാബ് എടുക്കുവാണ്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാനായിട്ട് പറ്റും ഓൾ ട്രാഫിക് ഫ്രം എൻ്റെ വിൻഡോ സർവറിൽ നിന്ന് മാത്രമേ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായുള്ളൂ. 18.443 ഞാൻ അലോ ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാനിപ്പോൾ അലോ ചെയ്യുവാണ്. HTTP ഞാനിവിടെ എൻ്റെ ALBയുടെ സെക്യൂരിറ്റി ഗ്രൂപ്പാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ആ സെക്യൂരിറ്റി ഗ്രൂപ്പിലുള്ള എല്ലാ ആക്സസും ഇതിന് അപ്ലൈ ആയിക്കോളും. അതിന് HTTPS ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ALB എന്നുള്ള റിക്വസ്റ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത് ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ രണ്ടും 18.443 ഞാനിവിടെ അലോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്തപ്പോൾ എൻ്റെ കണക്ഷൻ അപ്പായിട്ടുണ്ട്. സൈറ്റ് ഇപ്പോൾ ലോഡിംഗ് ആണ്. അപ്പോൾ അതായത് എൻ്റെ ALBയുടെ DNS സ്ട്രിങ് വെച്ച് എൻ്റെ സൈറ്റ് ലോഡിംഗ് ആണ്. അതേപോലെ ടാർഗറ്റ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആണോ എന്നുള്ളത് നോക്കാം. ഇപ്പോഴത് ഹെൽത്തി ആയിട്ടുള്ളത് കുറച്ച് ടൈം എടുക്കും. അത് നമ്മൾ ആ ഹെൽത്ത് ചെക്കിന് ടൈം പീരീഡ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറച്ച് ടൈം ആകുമ്പോൾ അത് ഹെൽത്തിയിലേക്ക് മാറുന്നതാണ്. മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഡീരജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും കൂടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പായിക്കോളും, ശരിയായിക്കോളും. അത് നേരത്തെ ആ കമ്മ്യൂണിക്കേഷൻ ശരിയാകുന്നതുകൊണ്ടാണ് അത് അൺഹെൽത്തി ആയിട്ട് കിടന്നിരുന്നത്. ഞാൻ ഇപ്പോൾ ഡീരജിസ്റ്റർ ചെയ്തു, ഒന്നും കൂടി രജിസ്റ്റർ ചെയ്തായിരുന്നു. നമുക്കൊന്ന് നോക്കാവുന്നതുകൊണ്ട് ഞാൻ റിഫ്രഷ് ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഹെൽത്തിയിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കുറച്ച് ടൈം എടുത്ത് അത് ഹെൽത്തിലേക്ക് വന്നോളും. ഞാൻ ഡീരജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും കൂടി ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രഷ് സർവർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. പ്രൊഡക്ഷനിൽ ലൈവായിട്ട് പോയിരിക്കുന്ന സർവറിൽ ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. നോക്കണം എന്താ ഇഷ്യൂ എന്നുള്ളത്. ഞാനിപ്പോൾ DNS സ്ട്രിങ് വെച്ചിട്ട് ഞാനിനി എൻ്റെ ഡൊമൈൻ നെയിമിലേക്ക് ഇത് പോയിൻ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ DNSൻ്റെ സെക്ഷനിലാണ് നിൽക്കുന്നത്. ഞാനപ്പോൾ ആ ALBയുടെ സ്ട്രിങ് ഞാൻ കോപ്പി ചെയ്തു, ടാർഗറ്റിൻ്റെ സെക്ഷനിൽ പേസ്റ്റ് ചെയ്തു. എന്താണോ സബ് ഡൊമൈൻ വേണ്ടത്, അതെനിക്ക് ERP.MyDemoLab ഓൺലൈൻ എന്നാണ് വേണ്ടത്. അത് ഞാൻ കൊടുത്തു. റെക്കോർഡ് ഞാൻ CNAME സെലക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ റെക്കോർഡ് ഇപ്പോൾ ആഡായിട്ടുണ്ട്. ഇനി എനിക്ക് ERP.MyDemoLab.online കോൾ ചെയ്താൽ എൻ്റെ സൈറ്റ് കിട്ടണം. ഇപ്പോൾ എനിക്ക് ഡൊമൈൻ നെയിം വെച്ചിട്ട് എവിടെ നിന്ന് വേണമെങ്കിൽ എനിക്ക് ഈ സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഒരു ഡൊമൈൻ നെയിമിലേക്ക് പോയിൻ്റ് ചെയ്തു. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് HTTPയിലാണ്, സർട്ടിഫിക്കറ്റ് എനേബിൾ ചെയ്തിട്ടുള്ള. ഇനി അടുത്ത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് എങ്ങനെ എനേബിൾ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ലിസണർ ഞാൻ പറഞ്ഞു കൊടുത്തത് 80 ആണ് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇനി എനിക്ക് 443 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനതിന് AWSൻ്റെ സർവീസ് തന്നെ ACM എന്ന് പറഞ്ഞ സർവീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. AWS സർട്ടിഫിക്കറ്റ് മാനേജർ. അതിനകത്ത് ഞാനൊരു പബ്ലിക് സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഡൊമൈൻ നെയിം എന്താണോ അത് വെച്ചിട്ട് തന്നെ വേണം സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഡൊമൈൻ നെയിം കൊടുക്കുന്നത് MyDemoLab.online എന്ന് കൊടുത്തു. ആഡ് അനദറും കൂടി സബ് ഡൊമൈന് വേണ്ടി ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്യണം. അതിന് സ്റ്റാർ എൻ്റെ ഡൊമൈൻ നെയിം ഞാൻ കൊടുത്തു. ഇതെപ്പോഴും 2 എണ്ണം കൊടുത്ത് ചെയ്യുക. എന്നിട്ട് വാലിഡേഷൻ DNS വാലിഡേഷൻ വേണോ ഇമെയിൽ വാലിഡേഷൻ വേണമെന്നാണ്. ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇമെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ DNS വാലിഡേഷൻ കൊടുക്കുക. ഞാൻ DNS ആണ് കൊടുക്കുന്നത്. ഞാൻ ടാഗ് നെയിം എല്ലാം കൊടുത്തു, റിക്വസ്റ്റ് ഞാൻ കൊടുത്തു. കുറച്ച് ഒരു വിത്തിൻ സെക്കൻഡിൽ നമുക്ക് അതിൻ്റെ DNS പോയിൻ്റ് ചെയ്യാനുള്ള നെയിം സ്ട്രിങ് കിട്ടും.
അത് നമ്മൾ നമ്മുടെ DNS എവിടെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്തപ്പോൾ ഇപ്പോഴും സ്റ്റാറ്റസ് പെൻഡിങ് വാലിഡേഷൻ ആണ്. എനിക്ക് DNSനകത്തേക്ക് ഇത് വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുവാണ് റിഫ്രഷ് ചെയ്തതിന് ശേഷം. അപ്പോൾ എനിക്കിവിടെ 2 ഇത് പറഞ്ഞു സി നെയിം ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം നിങ്ങൾ ആഡ് ചെയ്താൽ മതി, 2 സെയിം തന്നെയാണ്. അപ്പോൾ ഞാനൊരു സി നെയിം ആഡ് ചെയ്തിട്ട് ടൈപ്പ് സി നെയിം റെക്കോർഡായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ വാല്യൂയും നെയിമും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തു. എൻ്റെ DNS മാനേജറിൻ്റെ സെക്ഷനിൽ വന്നതിന് ശേഷം ഞാൻ ടൈപ്പ് ചൂസ് ചെയ്യുന്ന സി നെയിമാണ്. @ അവിടെ ഞാൻ നെയിമിൻ്റെ അവിടെ ആ നെയിം കൊടുത്ത് വാല്യൂവിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണോ അത് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തു. അതും ഞാൻ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ആഡ് റെക്കോർഡ് കൊടുത്തു. അപ്പോൾ എൻ്റെ റെക്കോർഡ് ആഡായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാം. ഇഷ്യൂ എന്നും പറഞ്ഞ് കാണിക്കും. പെൻഡിങ് സ്റ്റാറ്റസ് ഇപ്പോൾ പെൻഡിങ് സ്റ്റാറ്റസ് വാലിഡേഷൻ മാറി ഇഷ്യൂ എന്നുള്ളത് കാണിക്കും. നമുക്കൊരു റിഫ്രഷ് ചെയ്ത് നോക്കാം നമുക്കൊന്ന്. ഇപ്പോൾ ഞാൻ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയായില്ലെന്ന് നമുക്ക് നോക്കാം. ഞാൻ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂഡ് ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് ഇഷ്യൂഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി എനിക്കിത് ALBയിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് EC2ൽ ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ EC2ൻ്റെ കൺസോളിൽ തന്നെ വന്നതിന് ശേഷം ലോഡ് ബാലൻസിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അവിടെയാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് എൻ്റെ ALBക്കകത്ത്. അപ്പോൾ ടാർഗറ്റ് ഗ്രൂപ്പ് ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യുകയാണ്. എൻ്റെ സ്റ്റാറ്റസ് ഓക്കെ, ഹെൽത്തിയാണ്, ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരെ ലോഡ് ബാലൻസറിൽ തന്നെ വന്നതിന് ശേഷം ലോഡ് ബാലൻസർ സെലക്ട് ചെയ്തിട്ട് ലിസണറിൽ വരിക. ഇവിടെ 80 മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പിലേക്കാണ്. അവിടെ ഞാൻ റൂളൊന്നും എഴുതി കൊടുത്തിട്ടില്ല, വേറെ കണ്ടീഷനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ പുതിയ ലിസണർ ആഡ് ചെയ്യുകയാണ്. ഇവിടെ 443 ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫോർവേഡ് ടു എങ്ങോട്ടാണ് ഫോർവേഡ് ചെയ്യേണ്ടത്? ഞാൻ ERP ടാർഗറ്റ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ എനിക്ക് ഇനി അടുത്തത് വേണ്ട സെക്യൂരിറ്റി പോളിസീസാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് FS 2010 എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കാണുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റേഷനിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ACM എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തു. അപ്പം 2 ലിസണറിലാണ് വന്നിരിക്കുന്നത്. 80 ഉണ്ട്, 443 ഉണ്ട്. അതായത് HTTPയിലും HTTPSലും ഇപ്പോൾ വർക്ക് ചെയ്യും എൻ്റെ കണക്ഷൻ. ഞാൻ വ്യൂ റൂൾസിൽ പോയതിന് ശേഷം ഞാനിവിടെ പുതിയൊരു ഹോസ്റ്റ് ആഡ് ചെയ്യുകയാണ്. അത് സബ് ഡൊമൈൻ പറഞ്ഞു കൊടുക്കുകയാണ്. ERP.my-demolab.online എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തു. സേവ് ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ ഹോസ്റ്റ് നെയിം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ERP.my-demo.online എന്ന് പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി എനിക്ക് DNS സ്ട്രിങ് ഇല്ലാതെ വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ DNS സ്ട്രിങ് വെച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ് HTTPSൽ വർക്ക് ചെയ്യുമോ ഇല്ലെന്നുള്ളത്. പക്ഷേ വർക്ക് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഡൊമൈൻ നെയിമിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ഇതെന്തായാലും വർക്ക് ചെയ്യില്ല. അപ്പോൾ അടുത്ത നമുക്ക് എൻ്റെ ആക്ച്വൽ ഡൊമൈൻ നെയിം വെച്ചിട്ട് കോൾ ചെയ്ത് നോക്കാം. HTTPS എൻ്റെ സബ് ഡൊമൈനായ ERP.my-demo-lab.online എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ വർക്കിംഗ് ആണ്. എനിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വെരിഫൈഡ് ബൈ ആമസോൺ ആണ്. അപ്പോൾ എൻ്റെ എല്ലാം അത് ശരിയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുവാണ്. ഞാനൊരു നേരത്തെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ യൂസർ വെച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുവാണ് ടെസ്റ്റിങ്ങിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ശരിക്കും വർക്ക് ചെയ്യുന്നത് 80ലും റിക്വസ്റ്റ് വരും, 440ലും റിക്വസ്റ്റ് വരും. രണ്ടിലും എനിക്ക് ആക്സസബിൾ ആണ് എൻ്റെ ഈ സൈറ്റ്. അടുത്തത് നമുക്ക് എങ്ങനെയാണ് അത് റീഡയറക്ഷൻ എങ്ങനെയാണ് 80ൽ വരുന്ന റിക്വസ്റ്റിനെ 440ലേക്ക് എങ്ങനെ മാറ്റണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെനിക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. സൈറ്റെല്ലാം വർക്കിംഗ് ആണ്, ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ അടുത്ത് ഞാൻ HTTP വെച്ചിട്ട് വർക്ക് ആവുന്നതാണോ എന്ന് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. ഞാനപ്പോൾ വേറൊരു പ്രൈവറ്റ് വിൻഡോ എടുത്തിട്ട് ജസ്റ്റ് HTTP:/ എൻ്റെ ഡൊമൈൻ നെയിം ഞാൻ കൊടുക്കുവാണ്. ERP.my-demo-lab.online ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ അത് റീഡയറക്ഷൻ ആകാൻ പാടില്ല. പക്ഷേ ഇത് റീഡയറക്ഷൻ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്ത് ലോഡായിരിക്കണതാണ്, കുക്കീസ് വെച്ചിട്ട് ലോഡായിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു ബ്രൗസർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. ഞാനിപ്പോൾ എഡ്ജിൽ പോയിട്ട് ഞാൻ കോപ്പി ചെയ്ത് നോക്കുവാണ്. ഈ ബ്രൗസറിൽ എന്തായാലും അത് ക്യാഷ് ക്ലിയർ ചെയ്യേണ്ടി വരും. ഞാൻ അപ്പോൾ എഡ്ജ് എടുത്തതിന് ശേഷം അവിടെ ഞാൻ HTTPS മാറ്റിയിട്ട് ഞാൻ ലോഡ് ചെയ്യുവാണ്. അപ്പോൾ നോട്ട് സെക്യൂർ എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് HTTPയിലും ഈ സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, HTTPSലും സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ALBയിൽ തന്നെ റീഡയറക്ഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് 80ൽ വരുന്ന റിക്വസ്റ്റിനെ തന്നെ നേരെ 440 HTTPSലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വിടണമെന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഞാൻ ALBയിൽ തന്നെ വന്നിട്ട് 80 എന്ന് പറഞ്ഞാൽ ലിസണർ ഞാൻ ചൂസ് ചെയ്തു. അവിടെ ഞാൻ ഫോർവേഡ് എന്നുള്ളത്
ഓപ്ഷൻ മാറ്റിയതിന് ശേഷം ഞാൻ അവിടെ റീഡയറക്ഷൻ എനേബിൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ 80 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ലിസണർ. ഞാനത് ഫോർവേഡ് മാറ്റി അതിനുശേഷം റീഡയറക്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. അവിടെ HTTPS കൊടുത്തിട്ട് 443 ഏതാണോ പോർട്ട് നമ്പർ അത് പറഞ്ഞു കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് സേവ് കൊടുത്താൽ ഇത് നേരെ, അതായത് ഇനി എന്ത് റിക്വസ്റ്റ് 8 വന്നാലും നേരെ ഇവിടെ തന്നെ ALBയിൽ വെച്ച് തന്നെ റീഡയറക്റ്റ് ചെയ്ത് 443 തന്നെ റീഡയറക്റ്റ് ചെയ്തോളും. നമുക്കിനി വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല. എല്ലാ കണക്ഷനും HTTPS വഴിയായിരിക്കും ഇനി വർക്ക് ചെയ്യുന്നത്. ആര് HTTP എന്ന് വെച്ച് കോൾ ചെയ്താലും അത് നേരെ റീഡയറക്റ്റ് ചെയ്തോളും. ഉണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ HTTP വെച്ചിട്ടാണ് കോൾ ചെയ്തത്, പക്ഷേ അത് റീഡയറക്റ്റ് ചെയ്ത് HTTPSലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ERPNextൻ്റെ സീരീസ് ഇത്രയേ ഉള്ളൂ, 5 പാർട്ടേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.